അനൂപ് ആദ്യം ആദ്യം ഈ വിഷയം അപലപിച്ചു, കോൺഗ്രസ് അപലപിച്ചു. നേരത്തെ പറഞ്ഞ പോലെ അധിർ രഞ്ജൻ ചൗധരി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധി സ്വാതി മാലിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷെ ആപ്പിന്റെ നിലപാട് ഇപ്പോൾ അതല്ല, സ്വാതി മാലിവാൾ ബിജെപിയുടെ ടൂളാണ് എന്ന് പറയുന്നു. കോൺഗ്രസ് എവിടെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിലൊക്കെ വ്യക്തമായ നിലപാടുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ ഉൾപ്പെട്ട കേസുകളിലായാലും വളരെ കൃത്യമായി ഈ പറയുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. പക്ഷേ നിങ്ങളുടെ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് ആപ്പിലാകുമോ ആപ്പ് എന്ന് ചോദിക്കുമ്പോൾ അത് വളരെ ഡയറക്റ്റായൊരു ചോദ്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ 5ാം ഘട്ട തിരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ ആപ്പിലായിരിക്കുന്നത് ആരാണ്? ബിജെപിയെ സംബന്ധിച്ച് അതിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ വലിയ പരിഭ്രാന്തിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കും, രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് തകർക്കും. കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു സാധ്യത പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുൻകൂട്ടി കാണുന്നു. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പ്രധാനമന്ത്രി ഒരിക്കലും സംസാരിക്കാത്ത ഭാഷയിലേക്ക് അദ്ദേഹത്തിന്റെ സംസാരം താഴുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് ഈ രാജ്യത്തെ സമീപകാല ചരിത്രം എന്താ? രാജ്യത്ത് ശരത് പവാറിന്റെ പാർട്ടി, അതിനകത്ത് അജിത് പവാറിനെ പോലെ ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് NCPയെ തകർക്കുകയും തങ്ങളുടേതായ ഒരു NCP സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതൊക്കെ പോകട്ടെ, എത്രയോ വർഷങ്ങളായി ബിജെപിയുടെ നാച്ചുറൽ അലയായിരുന്ന ശിവസേന എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ബൽറാം താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയെ തന്നെ തകർക്കാൻ ശ്രമിച്ചു. മമതാ ബാനർജി അവരുടെ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചു. ഈ പാർട്ടികളെയൊക്കെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഒരു പൊതുവായ ഒരു രീതിശാസ്ത്രം, മോഡസ് ഒപ്പറാൻഡി ഉണ്ട്. അപ്പോൾ അജിത് പവാറിനെതിരെയാണ് ആദ്യം ചില കേസുകൾ ബിജെപിയുടെ ആസൂത്രണത്തിൽ വന്നത്. ഇപ്പോൾ ആ കേസുകളില്ല. അല്ല ശ്രീ അനൂപ്, രാഷ്ട്രീയത്തിൽ പലവിധ പ്ലേകൾ നടക്കും, ഒരുപാട് കളികൾ നടക്കും. ഇപ്പോൾ ബിജെപിക്ക് അനുഗുണമായത് എന്താണോ അത് അവർ ചെയ്യും. കോൺഗ്രസ് അനുഗുണം, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടതും ആം ആദ്മി പാർട്ടി രാജ്യത്ത് വളർന്നതും ഒക്കെ കോൺഗ്രസിനെ എതിർത്തുകൊണ്ടാണെന്നേ. ദില്ലിയിൽ കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് വന്ന പാർട്ടിക്കൊപ്പം നിങ്ങൾ സഖ്യമാകുന്നു. അതുപോലെ ബിജെപിക്കും പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടാകും, സ്വാഭാവികമാണ്. അവിടെയല്ല പ്രശ്നം. ഇവിടെ ഈ വിഷയത്തിൽ, സ്വാതി മാലിവാൾ വിഷയത്തിൽ ആം ആദ്മിയുടെ നിലപാട് കോൺഗ്രസ് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. സഖ്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള രാഷ്ട്രീയ സമീപനത്തിൽ മാറ്റം വരാം. പക്ഷെ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഘട്ടത്തിൽ പറയുകയാണ് പ്രഫുൽ പട്ടേൽ അഴിമതിക്കാരനാണെന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ വേട്ടയാടുന്നൊരു സമീപനം ഉണ്ടാകുന്നു. പിന്നീട് പ്രഫുൽ പട്ടേലുമായി ബിജെപി ഒരു അലയൻസ് സ്ഥാപിക്കുമ്പോൾ ആ അഴിമതി മാഞ്ഞു പോവുകയാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ, ശാരദാ ചിട്ടി ഫണ്ടിലൊക്കെ ആരോപണ വിധേയരായ ആളുകൾ ഇപ്പോൾ ബിജെപിയുടെ കൂടെയാണ്. സത്യത്തിൽ ഇത്തരം കേസുകൾ രാഷ്ട്രീയ പാർട്ടികളെ തകർക്കാൻ ഉപയോഗിച്ച ഒരു പശ്ചാത്തലം, ചരിത്രം ബിജെപിക്കുണ്ട്. ഇവിടെ തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, സ്വാതിയെ ബിജെപിയുടെ ഒരു ഏജന്റായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമായിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ ജാഗ്രതയോടുകൂടി കാണാനേ ആം ആദ്മി പാർട്ടിക്കായാലും കോൺഗ്രസിനായാലും സാധിക്കൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരമൊരു മുൻവിധികളില്ലാതെ ഇതിനെ ആദ്യഘട്ടത്തിൽ അത്തരമൊരു ആരോപണം വന്നപ്പോൾ അതിൽ ഇരയോടുകൂടി നിൽക്കണമെന്ന് പറയുന്ന ഒരു നൈതികമായ ജാഗ്രതയോടുകൂടി കോൺഗ്രസ് നിലകൊണ്ടു. പക്ഷേ ഇതിനകത്ത് ഇത്തരം അജണ്ടകൾ ബിജെപിക്കുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക? താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഉത്ഭവം, അതിന്റെ വളർച്ച, അത് കോൺഗ്രസിനെതിരായിരുന്നു. ഒരു ഘട്ടത്തിൽ 2ാം UPA തകർത്ത ഒരു വലിയ മൂവ്മെന്റ്, അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ നിർഭയ മൂവ്മെന്റിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ ആം ആദ്മി പാർട്ടിയെ പിന്നീട് RSS അല്ലെങ്കിൽ സംഘപരിവാർ ബിജെപി വേട്ടയാടുന്നതിന്റെ കാരണം എന്താ? അരവിന്ദ് കെജ്രിവാൾ ഞങ്ങളുമായൊരു സഖ്യത്തിൽ ഏർപ്പെടുന്നു. അരവിന്ദ് കെജ്രിവാൾ ആ സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, ഡൽഹിക്ക് പുറത്ത് ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നു. ആ കോണ്ടെക്സ്റ്റിൽ വേണം ആം ആദ്മി പാർട്ടിക്ക് നേരെ ഇപ്പോൾ നടക്കുന്ന സംഘടിതമായ ഈ പറയുന്ന ആസൂത്രണങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.